ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആളെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ്. പറവൂർ സ്വദേശിയായ KJ ജെയിംസ് ആണ് മരിച്ചത്. കനത്ത മഴയിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. കൈനേരി പരത്തിവളയിൽ 150 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ മട വീണു എന്നതും വലിയ അപകട സാധ്യതയായി നിൽക്കുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ആലപ്പുഴയിൽ നമുക്കറിയാം മഴ ദുരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ അങ്ങേയറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത്. നല്ല വെള്ളക്കെട്ടിലാണ് രഘു നിൽക്കുന്നത് എന്ന് തോന്നുന്നു. വാഹനങ്ങൾക്ക് പോകാനടക്കം ബുദ്ധിമുട്ട് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? തലവടി ആലന്തുരുത്തി റോഡിലാണ്, എടത്തുവ ആലന്തുരുത്തി റോഡിലാണ് ഞാനുള്ളത്. ഇത് കുട്ടനാട്ടിൽ ഈ റോഡിലെ മാത്രമുള്ള പ്രശ്നമല്ല. ഇതിപ്പോൾ ഈ ചേട്ടൻ വെള്ളത്തിൽ കൂടെ വന്ന് വണ്ടി ഓഫായോ? എന്തോ ഇതാണ് പൊതുവേ കുട്ടനാട്ടിലെ ഒരിടത്തെ മാത്രമല്ല ഭൂരിഭാഗം സ്ഥലത്തെ അവസ്ഥ. കാരണം ആഴും പുഴയും തോടും പാടശേഖരം ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇതേപോലെ വെള്ളക്കെട്ടുകളായിരിക്കും ഭൂരിഭാഗം സ്ഥലത്തും. എന്ന് മാത്രമല്ല വീടുകളിലും ഒട്ടേറെ വീടുകൾ, ഈ തലവടി പഞ്ചായത്തിൽ തന്നെ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുമെന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് മറ്റൊരു ഇടവഴിയിലേക്ക് ഞാൻ കയറുകയാണ്. ഈ റോഡിൻ്റെ മുഴുവൻ, ചേട്ടാ ഈ റോഡ് മുഴുവൻ വെള്ളമാണോ? അങ്ങോട്ട് ആ വെള്ളം വീടുകളിലൊക്കെ വെള്ളം കയറി കയറി എല്ലായിടത്തും കയറി, പള്ളിയിലൊക്കെ പരിക്കകത്തൊക്കെ കയറി. സ്ഥിരം വെള്ളം വരുന്നതാണോ? ആണാണ്. പമ്പയാണ് കരയിൽ. അതെ, പമ്പ. ഈ കിഴക്കൻ വെള്ളം, ഈ പെയ്ത്ത് വെള്ളത്തിനപ്പുറം കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ്. പമ്പയിലെയും അച്ചൻകോവിലും മണിമലയാറിലൂടെയും ഒക്കെ കിഴക്കൻ വെള്ളം ഒഴുകി എത്തുന്നതാണ് കുട്ടനാട്ടിനെ ഇങ്ങനെ മുക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് പോലെ ഒരിടത്തെ അവസ്ഥയല്ല. ഇപ്പോൾ നമ്മൾ കൈനഗിരി ചെന്നാലും അല്ലെങ്കിൽ ചെന്നിത്തല ചെന്നാലും പള്ളിപ്പാടൊക്കെ ചെന്നാലും ആ പഞ്ചായത്തുകളിലൊക്കെ ചെന്നാലും അവിടുത്തെ ഭൂരിഭാഗം വീടുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. ഈ വെള്ളക്കെട്ട് സാധാരണ നിലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുമ്പോൾ വെള്ളക്കെട്ട് അല്പം കുറയേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കപ്പൽ അപകടം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കെമിക്കലുകളൊക്കെ തിരിച്ചു കയറുമോ എന്ന് ഉള്ള ഒരു ആശങ്ക കാരണം തോട്ടപ്പള്ളി ചീപ്പ് പൊഴി തുറക്കാൻ വേണ്ടി അല്പം വൈകിയിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രൂക്ഷമായൊരു വെള്ളക്കെട്ട് നിലവിൽ ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ ഉണ്ടാകാൻ വേണ്ടി കാരണം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് ഒരു വീടാണ്. ആ വീട്ടിൽ ആരുമില്ല, താമസം ഇല്ലാത്തൊരു വീടാണെന്നാണ് തോന്നുന്നത്. പക്ഷേ താമസമുള്ള വീടുകളാണെങ്കിൽ പോലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കര തേടിപ്പോകും. ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് മാറിപ്പോകുന്നതാണ് കുട്ടനാട്ടിലെ ഒരു രീതി. കാരണം വർഷത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് പലതവണ പലായനം ചെയ്യേണ്ട ഗതികേട്ടുള്ള മനുഷ്യരാണ് കുട്ടനാട്ടിലേത്. ഈ വെള്ളക്കെട്ടൊക്കെ കാരണം ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോവും. ഈ ഞാൻ നിന്ന മെയിൻ റോഡിൽ ഒരു 500 മീറ്ററോളമാണ് ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കൂടുതലാകും. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യർ പോകും. അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും കറണ്ട് ഉണ്ടാവില്ല. ഇന്നലെ എൻ്റെ വീട്ടിലൊക്കെ രാത്രി 8 മണിയോടുകൂടി കറണ്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഭൂരിഭാഗം വീടുകളിലും കറണ്ടും വെള്ളവും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കുടിവെള്ളവും വെട്ടവും ഒന്നുമില്ലാതെ മനുഷ്യർ ജീവിക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വീട്ടിലും മുറ്റത്ത് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ മുറ്റം അവരല്പം ഉയർത്തിയതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. സാധാരണ നിലയിൽ മുട്ടിന് മുകളിൽ വെള്ളം വരേണ്ടതാണ്. ഓക്കെയാണ്. മഴവും വെള്ളം എങ്ങനെയുണ്ട്? മഴയൊക്കെ വെള്ളം എങ്ങനെയുണ്ട്? ഇന്നലെ ഇത്ര മീറ്ററൊന്നും ഇല്ലായിരുന്നു. അത് മീറ്ററൊന്നുണ്ട്. നേരം വെള്ളം കഴിഞ്ഞാൽ മറ്റേതായിരുന്നു. ഇങ്ങോട്ട് മാറുന്നില്ലയോ? ഇങ്ങോട്ട് മാറുന്നില്ലേ? ഞാൻ മോളെ കയറി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു. അപ്പം മാറാനുള്ള ചോദിക്കുന്നില്ല. ഇല്ല, കരക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യം കയറി. എന്നാലും ഞങ്ങൾ എന്നെ മോളെ കയറി, എങ്ങോട്ടും പോയില്ല. ഈ പ്രളയത്തിന് ശേഷം പൊതുവെ കുട്ടനാട്ടിലൊക്കെ ഉള്ളൊരു പുതിയ രീതിയാണ്. അതായത് സാധാരണ നിലയിൽ ഒരു നില വീടൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും അത്യാവശ്യം മുകളിലൊക്കെ 2 നിലയാക്കി. കാരണം വെള്ളം വന്നാലും വീട്ടിൽ തന്നെ കഴിയാം എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് 2 നിലയൊക്കെ കൂടുതലായി കുട്ടനാട്ടിൽ ഇപ്പോൾ പണിയുന്നുണ്ട്. എന്തായാലും പൊതുവെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഈ കിഴക്കൻ വെള്ളം വരുന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടിലേക്ക് കുട്ടനാട് പോകുന്നത്. തോട്ടപ്പള്ളി പൊഴിമുഖം തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കിഴക്കൻ വെള്ളം ഒരു പരിധിവരെ കുറച്ചൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ കടൽ പ്രക്ഷുബ്ധമായതിനാൽ, കടൽ വേലി ഏറ്റവും കടൽ തിര കൂടുതലായതിനാൽ കടലിലേക്ക് വെള്ളം വലിഞ്ഞു പോകുന്നതിൻ്റെ അളവ് കുറവായിരിക്കാം. അതാണ് ഈ വെള്ളക്കെട്ടിന് കാരണം. നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ പറവൂരിൽ ഒരാൾ മീൻ പിടിക്കാൻ പോയ ആൾ മരിച്ചിട്ടുണ്ടെന്ന് മാത്രവുമല്ല പലയിടങ്ങളിലും 2ാം കൃഷിക്കൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. അവിടെയൊക്കെ ഒരു 3-4 പാടശേഖരങ്ങളിലെങ്കിലും ബണ്ട് പൊട്ടി
വെള്ളം പാടശേഖരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ദുരിത പെയ്ത്തിലൂടെയും വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടിലൂടെയുമൊക്കെയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.